എല്ലാം നിരത്തി വെച്ചതിന് ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത്, മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മന്തി മസാല. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സൺഡേ സ്പെഷ്യൽ ബീഫ് വരട്ട് ഉണ്ടാക്കണം. അതിലേക്ക് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഫ്രൈയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂണ് മുളക് പൊടി, ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ടീസ്പൂണ് ബീഫ് മസാല. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂണ് ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മന്തി മസാല, കുറച്ച് വിനാഗിരി. ചിക്കൻ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പീസ് മാറ്റി വെച്ചിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ പീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ചോറ് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഊറ്റി വെച്ച് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതായിട്ട് വരുന്ന സംഭവം ഇത് പീസ് ഇതിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അമർത്തി അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിൽ വെക്കാം.